അല്ലാണ്ട് ചെയ്താൽ കയ്യിൽ നിന്ന് പണി കിട്ടും. നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഗ്ലിച്ചസ് അങ്ങനെയുള്ള. സോ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഭയങ്കര കോമൺ ആയി വന്നല്ലേ നമ്മുടെ ഇപ്പോൾ റോട്ടിൽ, പ്രത്യേകിച്ച് 2 വീലർ സെഗ്മെന്റിൽ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ അൾട്രാ വയലറ്റ് F77 ലിമിറ്റഡ് എഡിഷൻ ആണ്. ഏകദേശം 12,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയേക്കണത്. ഫ്രണ്ട് ടയറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മളെന്ന് അറിയാൻ പോകണം. ഇത് ഉപയോഗിക്കണ പുള്ളിയുടെ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് പുള്ളിയുടെ ഒരു ഓണർഷിപ്പ് ഈ 12,000 കിലോമീറ്റർ ഓടിച്ചിട്ട്. ഈ വണ്ടിയും നോർമൽ പുള്ളിക്ക് പെട്രോൾ വണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ശ്രീരാജ്. പുള്ളിയാണ് ഈ വണ്ടി 12,000 കിലോമീറ്റർ ഓടിച്ച്, പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ പുള്ളിയെടുത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ശ്രീരാജ്, എങ്ങനെയാണ് നിങ്ങൾ അൾട്രാ വയലിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ബ്രോയ്ക്ക് ഒരു ഡ്യൂക്ക് 200 ഉണ്ടെന്നല്ലേ? യെസ്. അപ്പോൾ ഒരു പെട്രോൾ വണ്ടിയിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിക് വണ്ടിയും കാര്യങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ആക്ച്വലി ഡ്യൂക്ക് എടുത്തത് 2016-ലാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉള്ള പ്ലാനിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അതുപോലെ പെട്രോൾ വണ്ടി തന്നെ നോക്കാന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഈ അൾട്രാ വയലറ്റ് ഓൺലൈൻ ഞാൻ കണ്ടാണ്, ഒരു പിക്ക് എന്തോ കണ്ടു. പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പിന്നെ ഫൈനലി ഇതിലേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു പെട്രോളിൽ നിന്ന് മാറുമ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനൊരു, ഇപ്പോൾ ഡ്യൂക്ക് അറിയാലോ, ബൈക്ക് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വണ്ടി ഒന്നും ഇല്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് ഇത് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എടുക്കാം, കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. ബ്രോ ഇപ്പോൾ ബ്രോയുടെ ഡ്യൂക്ക് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം? ഡ്യൂക്ക് ഇപ്പോൾ ഒരു 60,000 ആയിട്ടുണ്ടാവും. അപ്പോൾ അതും അതിന്റെ കോസ്റ്റ് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് ബ്രോ വ്യത്യാസം? ശരിക്കും പറഞ്ഞാൽ കമ്പയറബിളേ അല്ല. ശരിക്കും ആക്ച്വൽ വരുന്ന കോസ്റ്റിന്റെ ഒരു ലെസ് ദാൻ 10% വരുള്ളൂ. അതായത് എനിക്ക് നോർമലി ഒരു 1 മന്ത് ഒരു 6,000 റുപ്പീസിന്റെ അടുത്ത് ഞാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ഡെയിലി ഓഫീസ്. അതെ, ഓഫീസ്. പിന്നെ എന്റെ ലോക്കൽ സാറ്റർഡേ സൺഡേ ഉള്ള ലോക്കൽ അതൊക്കെ കൂടെ ചേർത്ത് എനിക്കൊരു അറൌണ്ട് 6,000 വരുമായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്ലി അറൌണ്ട് 200-300 അത്രേ വരുന്നുള്ളൂ. പ്ലസ് ഞാൻ ഡ്യൂക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, മാറിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും എനിക്ക് വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ അല്ല. റണ്ണിങ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യണ്ടെന്നാണ് പറയുന്നത് കോസ്റ്റ്. യെസ്, നോർമലി ഉള്ള ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ എന്താണെങ്കിലും നോക്കണ്ട. പക്ഷെ ഇത് പവറും ഉണ്ട്, പിന്നെ നമുക്ക് ആ ഒരു കോസ്റ്റ് എഫിഷ്യന്റ് എന്നുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. കറക്റ്റ്. വണ്ടി ഇപ്പോൾ ബ്രോ ഡെയിലി കമ്മ്യൂട്ട് മാത്രമാണോ ചെയ്യണേ? മോസ്റ്റ്ലി ഡെയിലി കമ്മ്യൂട്ടാണ് കൂടുതലും. ഒരു 80% ഡെയിലി കമ്മ്യൂട്ട്. അപ്പോൾ ലോങ് റൈഡ്സ് പോവാറുണ്ട്? ലോങ് റൈഡ്സ് ഇപ്പോൾ ഒരുപാട് ദൂരമൊക്കെ ആണെങ്കിൽ ഞാൻ ഡ്യൂക്കിന് പോകും. ഏറ്റവും ലോങ്സ്റ്റ് പോയത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്നതാണ്. വണ്ടി എടുത്ത് ഡെലിവറി 600 കിലോമീറ്റർ ഉണ്ടല്ലേ? അതെ, ഞാൻ 2 ഡേയ്സ് കൊണ്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട്. അപ്പോൾ ചാർജിങ് ഒക്കെ എത്ര ഈസി ആയിരുന്നു? ചാർജിങ് ആ ഇനീഷ്യൽ സ്റ്റേജ് അത് കാരണം ഈ ചാർജിങ് പോർട്ടുകളൊക്കെ ആ റൂട്ടുകളിൽ വളരെ കുറവായിരുന്നു. കാറല്ല, ബൈക്ക് ആയത് കാരണം വളരെ. അപ്പൊ എന്റെ അടുത്ത് അൾട്രാ വയലറ്റ് തന്നെ സജസ്റ്റ് ചെയ്തത് കഫേ കോഫി ഡേയ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ. ഇവരുടെ സ്പെഷ്യൽ പോയിന്റ് നമ്മുടെ എല്ലാം ഇതിപോലെ പവർ പ്ലഗ് തന്നെയല്ലേ ഇതിന് തന്നെ? നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ സാധാരണ പവർ പ്ലഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജർ നമ്മുടെ കയ്യിൽ വേണമെന്നേ ഉള്ളൂ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ അങ്ങനെ ഓടിച്ചു വന്നപ്പോൾ കഫേ കോഫി ഡേയിൽ ഇതുപോലെ ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റിസോർട്ടിൽ ചാർജ് ചെയ്തു. നെക്സ്റ്റ് ഡേ പാലക്കാട് ഒരു കഫേ കോഫി ഡേ ഉണ്ട് NH-ന്റെ സൈഡ്, അവിടെ ചാർജ് ചെയ്തു. അപ്പൊ ചാർജിങ് അത്ര തലവേദനയായിട്ട് തോന്നിയിട്ടില്ല? ഇല്ല, എനിക്ക് ആ ഒരു റൈഡില് എനിക്ക് മേ ബി ബിക്കോസ് ഞാനത് പ്ലാൻ ചെയ്താണ് ചെയ്തത്. കാരണം ഞാൻ ഇനീഷ്യലി റിയലി കൺസേൺഡ്, അതായത് പുതിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത വഴി തന്നെ ഡയറക്റ്റ് ഒരു 600 കിലോമീറ്റർ നേരെ ഓടിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം പ്ലാൻ ചെയ്തു, എത്ര കിലോമീറ്റർ വെച്ച് തന്നെ പ്ലാൻ ചെയ്താണ് ഞാൻ. ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ഒരു പോയിന്റ് അവിടെ കുറച്ചു നേരം ചാർജ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് അന്ന് സ്റ്റേ ചെയ്ത സ്ഥലം, അവിടെ ഓവർനൈറ്റ് ചാർജ് ചെയ്തു, പിന്നെ പാലക്കാട് വരിക. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ആ ഒരു റേഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അല്ലാണ്ട് ചെയ്താൽ കയ്യിൽ നിന്ന് പണി കിട്ടും. ആ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മള് പെട്രോൾ വണ്ടി പോകണ പോലെ. അതെ. പിന്നെ ഈ ഫസ്റ്റ് റൈഡ് ഇപ്പൊ ബ്രോയുടെ ഡ്യൂക്ക് മോസ്റ്റ്ലി ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ്. അതും ഇതും വെച്ച് നോക്കുമ്പോൾ കംഫർട്ട് എങ്ങനെയുണ്ട് ഈ വണ്ടി? കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഒരു ടൂ അഗ്രസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കൂടുതൽ സ്റ്റഡി എന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇടയിലായത് കാരണം
നമുക്കിപ്പോൾ കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ കുറച്ച് ലീൻ ആയിട്ട് നിന്നിട്ട് ഓടിക്കാം. അതല്ല നമ്മളിപ്പോൾ ഒന്ന് കൂളായിട്ട് ഈസ് ഓഫ് ചെയ്ത് അപ്രൈറ്റ് ആയിട്ട് കൈ അപ്രൈറ്റ് നേരെ പിടിച്ചിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ നോർമലായിട്ട് കുഴപ്പമില്ലാണ്ടല്ലേ. സോ കംഫർട്ടിന്റെ കാര്യം പറഞ്ഞു ബ്രോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സീറ്റ് എങ്ങനെയുണ്ട്? ഇപ്പൊ പില്ലിയണ ഇരുത്തി ഓടിക്കാറുണ്ടോ? പില്ലിയണ ഇരുത്തി ഓടിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ റൈഡ് ആണ് ഏറ്റവും കംഫർട്ടബിൾ. വണ്ടി പിന്നെ അങ്ങനത്തെ ഒരു ഇതിൽ ഉണ്ടാക്കിയേക്കണ കാരണം പുറകിൽ ആൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കി ഇരിക്കുന്ന ആൾക്ക് ബ്രേക്ക് ചെയ്യുമ്പോ എങ്ങനെ ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പോകുമ്പോ താഴേക്ക് ഇറക്കമൊക്കെ ഇറങ്ങി പോകുമ്പോ ഈ ലോഡ് കംപ്ലീറ്റ് മനസ്സിലായി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഇപ്പോ R15 അങ്ങനത്തെ ഇതൊക്കെ വെച്ച് നോക്കുക അത്രയും ഒരു അഗ്രസീവ് അല്ല. RC ആ ഒരു റേഞ്ചിലുള്ള ഇല്ല. പുറകിൽ ആള് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കൊരു സോളോ റൈഡാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സോളോ റൈഡാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രോ ഇപ്പോൾ ലോക്കൽ റൈഡ്സ് കുറേ ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് ബ്രോയുടെ എന്താ പറയുക ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ്? ഇതിപ്പോൾ എങ്ങനെയാണ് മെയിൻ്റെനൻസ് ഇതിൻ്റെ വന്നേക്കണേ? മെയിൻ്റെനൻസ് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ഇപ്പോൾ എൻ്റെ 3 സർവീസ് 10,000-ൻ്റെയും കഴിഞ്ഞു സർവീസ്. ഓക്കെ. എനിക്ക് നോർമലി മെയിനായിട്ട് ഒരു പീരിയോഡിക്കലായിട്ട് വരുന്ന ചെയിൻ ക്ലീനിങ് ആണ്. കാരണം വണ്ടി നല്ല സ്മൂത്ത് ആയതുകൊണ്ട് ചെയിൻ ഒന്ന് ചെറിയ വെള്ളമൊക്കെ അടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വേറെ സൗണ്ട് ഒന്നും കേൾക്കാനില്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അറിയുകയും ചെയ്യും. പിന്നെ നമുക്ക് വണ്ടിയിലെ വൈബ്രേഷൻ കിട്ടും, ഫീൽ ചെയ്യും. അപ്പൊ അത് കാരണം ചെയിൻ നമ്മൾ നന്നായിട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നോർമൽ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു 300-400 കിലോമീറ്ററിൽ ചെയ്യണം. മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു തിരിച്ചു കയറി അപ്പൊ തന്നെ ഇതാവും. അപ്പൊ ഞാൻ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 150-200 ഒക്കെ ആകുമ്പോൾ തന്നെ ചെയ്യും. അതേ ഉള്ളൂ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. അല്ലാണ്ട് വരുന്ന ഇപ്പോൾ 10,000 കുറച്ച് ഫ്ലൂയിഡ്സ് മാറിയേണ്ട ഇതൊന്നും അല്ലാണ്ട് പ്രത്യേകിച്ച് പറയത്തക്ക വിധത്തിലുള്ള എക്സ്പെൻസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ ചെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 300-400 റുപ്പീസ് അത്രയൊക്കെ വരുന്നു. അത് ബ്രോ പുറത്തുനിന്ന് ചെയ്യാറുണ്ടോ അതോ ഇല്ല, ഷോറൂമിൽ തന്നെ ചെയ്യാറ്. ഇപ്പം നേരത്തെ എനിക്ക് ഇവിടെ ഷോറൂം വരുന്നതിന് മുമ്പ് അൾട്രാവയലറ്റ് ഡയറക്റ്റ് അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആള് വീട്ടിൽ വരും. ഇവിടെ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അവരൊരു ചെറിയൊരു വണ്ടി മാത്രം അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വീട്ടിലേക്ക് വരുമായിരുന്നു. വണ്ടി കംപ്ലീറ്റ് കമ്പനിയുടെ ഇതിലെ പണിതിട്ടുള്ളൂ. കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ പൊതുവെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. കാരണം ഇവിടെ സർവീസ് കിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുക്കണത് തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡ്യൂക്ക് പണിയുന്നൊരു പയ്യനുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജിത്തിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇതിലെടുത്താൽ. പക്ഷേ വണ്ടി വന്നു കഴിഞ്ഞ് എനിക്ക് സർവീസിന്റെ കാര്യത്തിൽ പിന്നെ ഒന്നും ഒരു പ്രശ്നമില്ല. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തൊക്കെ ഇഷ്യൂ നമ്മൾ പറയുന്നോ അതെല്ലാം നമ്മുടെ സൗകര്യത്തിന് വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, നമുക്കങ്ങനെ ഇഷ്യൂസ് വന്നേക്കണ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഓൺ ചെയ്യണ സമയത്തൊന്ന് സ്റ്റാർട്ട് ആവാത്ത പോലെ മോട്ടോർ ആം ആവുന്നില്ല. പക്ഷെ അത് നമ്മൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ റെഡി ആയി. അതാണ് ഈ 12,000 പ്രശ്നം വന്നേക്കണേ. അല്ലാണ്ട് വേറെ ഒന്നും വന്നില്ല, വേറെ പ്രത്യേകിച്ച് വഴി കിടന്നിട്ടില്ല, ഒരു പ്രശ്നമൊന്നും അടിപൊളി. ബ്രോ നമ്മളിപ്പോൾ ഓൾറെഡി മറ്റേ പെട്രോളിനെ സംസാരിച്ചാണല്ലോ. എന്ത് കൈൻഡ് ഓഫ് ആൾക്ക് ബ്രോ ഇത് പ്രിഫർ ചെയ്യും? ഇപ്പൊ കുറച്ച് ബൈക്ക് കുറച്ചൊന്ന് പവറിലൊക്കെ ഓടിച്ച് നല്ല ആ ഒരു പവർ റൈഡ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കോസ്റ്റ് കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു പവർ. ഇത് എത്ര നാളുകൊണ്ട് ഇതിന്റെ കോസ്റ്റ് ലൈക്ക് തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്? അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ പെട്രോൾ വണ്ടി ഓടിക്കുമായിരുന്നെങ്കിൽ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഡിഫറൻസ് ബ്രോഡ് ഇതിൽ കൊണ്ടുവന്നുണ്ടോ? എനിക്ക് തോന്നണം അങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഇയർലി ഒരു 60,000 കൂട്ടാം നമുക്ക്. അല്ല, പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന കോസ്റ്റ് 12 months 6,000 വെച്ചിട്ട് അറൗണ്ട് ഒരു 60,000 വരും. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ കുറച്ച് റെഡി ക്യാഷും കുറച്ച് EMI കൊടുത്തേക്കണം. അപ്പൊ എനിക്ക് 3-4 ഇയേഴ്സിൽ അത് തീരും. അപ്പോൾ ആ ഒരു റണ്ണിങ് കോസ്റ്റ് എന്ത് വന്നാലും എനിക്കത് ഒരു 3 years 4 yearsൽ മാച്ചപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആ ഇപ്പൊ പെട്രോൾ അടിക്കുന്ന കാശ് ഞാൻ EMI-യിലേക്ക് ആക്കി ആ ഒരു 3 years കഴിയുമ്പോഴേക്കും എനിക്ക് വണ്ടി ആ EMI-യുടെ കോസ്റ്റ് അടഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് വണ്ടി ആവശ്യത്തിന് ഓടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഡ്യൂക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ ഒരു 10,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ എത്ര എക്സ്പെൻസ് വരുന്നത്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം എന്നുള്ളത് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കോസ്റ്റ് വൈസ് റണ്ണിങ് കോസ്റ്റ് വൈസ് കമ്പയറബിൾ അല്ല. സോ ഇവരുടെ ഒരു ആപ്പ് ഉണ്ടല്ലോ UV കണക്ട് അല്ലേ? അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ആക്ച്വലി നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, ചെറിയ ഗ്ലിച്ചസ് അങ്ങനെയുള്ള. അല്ലാണ്ട് ഇറ്റ്സ് റിയലി യൂസ്ഫുൾ. നമുക്ക് വീക്ക്ലി ഡാറ്റ എത്രത്തോളം ഓടിച്ചു അറിയാം. പിന്നെ ഇപ്പോൾ റീസെന്റ് ഒരെണ്ണം വന്നേക്കണം, അതൊരു മന്ത്ലി സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അത് റിയലി യൂസ്ഫുൾ ആണ്. നമ്മൾ എത്ര ഓടി മന്ത്ലി വൈസ് നമുക്കൊരു ബ്രേക്കപ്പ് ആയിട്ട്
കിട്ടും. അപ്പോൾ അതൊരു നല്ല ഇതാണ്. പിന്നെ നമുക്ക് ലൈവ് ചാർജ് ചെയ്യാൻ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഞാൻ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റും എത്ര പെർസെൻറ്റേജ് ആയി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ഇതിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ മാപ്പൊക്കെ ഒരു ചെറിയ ഗൂഗിൾ മാപ്പിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അവര് മറ്റേ മേക്ക് മൈ ഇന്ത്യയുടെ ആണ്. അപ്പൊ അത് ഗൂഗിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മാപ്പ് മൈ ഇന്ത്യയിൽ അധികം നമ്മളിപ്പോ ഒരു സ്പെസിഫിക് ഒരു പ്ലേസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളതല്ലാണ്ട് ബാക്കി യൂസ്ഫുൾ ആണ് നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അറിയാൻ. ഓക്കെ. പിന്നെ വേറെ വെച്ചാൽ വണ്ടി കാണാൻ ഭയങ്കര യുണീക്ക് ആണ്, ഭയങ്കര വെറൈറ്റി ആണ്. പിന്നെ ബ്രോ എടുത്തേക്കുന്ന ലിമിറ്റഡ് എഡിഷൻ ആണ് അല്ലേ? 71ാമത്തെ വണ്ടിയാണ്. 77 വണ്ടി, 77 പീസസിൽ 71ാമത്തെ വണ്ടിയാണ്. അപ്പൊ അതിന്റെ നമ്പറും അങ്ങനെ തന്നെയാണ് എടുത്തേക്കണത്. അപ്പൊ ഇത് എത്രത്തോളം ആൾക്കാർ ചോദിക്കാറുണ്ട്? എന്തായാലും റോഡിൽ കൂടെ പോകുമ്പോൾ എന്തായാലും ഇത് അധികം കാണാത്തത് കൊണ്ടും ഞാനിപ്പോൾ എടുത്തിട്ട് 1.5 കൊല്ലമെങ്കിലും ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു എവറി ഡേ വണ്ടി എടുത്ത് ഇറങ്ങുന്ന ദിവസങ്ങളിലുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു റുട്ടീൻ പോലെ ഞാൻ എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും വന്ന് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിക്കും. അതിപ്പോഴും ഉണ്ട്. പിന്നെ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ്, വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന്റെ ഡിസൈൻ വൈസും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഷേപ്പ്. അതെ. അപ്പൊ ഇനീഷ്യൽ സമയത്തൊക്കെ ഞാൻ എടുത്ത ഒരു 6 months ആ സമയത്തൊന്നും മിക്കവർക്കും വണ്ടി ഏതാണ് എല്ലാവരും ദുൽഖറായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദുൽഖറിന്റെ വണ്ടിയാണോ എന്നുള്ളൊരു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ അൾട്രാ വയലറ്റ് ആണ് എന്ന് തന്നെ പറഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് വണ്ടി എങ്ങനെയുണ്ട്, എങ്ങനെയാണ് റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എങ്ങനെയുണ്ട് റേഞ്ച്, എത്ര കിട്ടുന്നുണ്ട്? റേഞ്ച് റിയലിസ്റ്റിക്കലി നമുക്ക് 3 മോഡ് ഉണ്ടല്ലോ. അതിലിപ്പോൾ ഒരു ഏറ്റവും ലോ മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ റിയലിസ്റ്റിക്കലി ഒരു 280 290 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് അതായത് നമുക്കിപ്പോൾ ഒരു 10% ബാക്കി വരുമ്പോൾ നമ്മൾ ഓഡിയോ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. ബാലിസ്റ്റിക് ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 190 200 ഉള്ളിൽ കിട്ടും. ഞാൻ മോസ്റ്റ്ലി ബാലിസ്റ്റിക് ഇട്ടാണ് ഓടിക്കാറ്. അതാണ് ഫേവറേറ്റ്. യെസ്, ബാലിസ്റ്റിക് ആണ്. അതെ അതെ. ഇപ്പൊ കുറച്ച് അഡ്രിനാലിൻ റഷും ഒരു എക്സൈറ്റ്മെന്റ് തന്നെ. ലോക്കൽ റൈഡ് ആയത് എനിക്ക് മറ്റേ റേഞ്ച് ആൻസൈറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല വീട്ടില്. എന്തായാലും മിനിമം 200 എന്തായാലും കിട്ടി. അതെ അതെ. അപ്പൊ ഞാൻ ഫുൾ ബാലിസ്റ്റിക്കിലാണ് ഓടിക്കാറ്. പിന്നെ ഒരു 30% താഴെ കഴിഞ്ഞാൽ ബാലിസ്റ്റിക് കട്ടാവും. അപ്പോൾ 29 തൊട്ട് കട്ടാവും. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 29 കട്ടായി കഴിയുമ്പോൾ തന്നെ ഞാൻ ചാർജ് ചെയ്യും. പിന്നെ വീണ്ടും ഓടിക്കും. ബാലിസ്റ്റിക് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡിന്റെ അതല്ലേ? ബാലിസ്റ്റിക് ആണ് വണ്ടിയുടെ എന്താ പറയാ ഒരു ആ ത്രോട്ടിൽ റെസ്പോൺസും പിന്നെ നമുക്ക് ആ റെവ് മാച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. അപ്പൊ നമ്മളൊരു ഗിയർ ഡൗൺ ചെയ്യണമെങ്കിൽ ആ RPM മാച്ച് ചെയ്താലേ നമുക്ക് മാക്സിമം. ഇത് നമ്മുടെ ട്വിസ്റ്റ് തന്നെ ടേണിംഗ് ആണെങ്കിലും സ്ട്രെയിറ്റ് ആണെങ്കിലും എപ്പോ കൈ കൊടുക്കണോ അപ്പൊ തന്നെ ആ ഫുൾ പവറും ടോർക്കും നമുക്ക് കിട്ടും. അതൊരു ഭീകര ഫീൽ തന്നെയാണ്. പക്ഷെ ഓടിച്ച് ഇതാവാത്ത ആൾക്കാർ ടേണിലൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് മാത്രം ഫീച്ചേഴ്സിന്റെ അകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് വൈസ് എല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ തന്നെ ഇതേപോലെ ഒരു ടേൺ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഞാൻ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച. പക്ഷെ എന്താ പറയാ വണ്ടി തന്നെ സൈഡിലേക്ക് ആ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ തിരിഞ്ഞു. ABS-ഉം അതും ഇതും എല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കൊരു പക്ക കോൺഫിഡൻസ് കിട്ടും. എങ്ങനെ നമുക്ക് കുറച്ച് കൈ കൊടുത്ത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നാലും അത് വണ്ടി ഒരു പരിധി വരെ. പിന്നെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഓവറായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലാണ്ട് വണ്ടി 207 കിലോ ഉണ്ട് വണ്ടി. പക്ഷെ നമുക്ക് ആ ഓടിക്കുമ്പോ ഒന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര നമുക്ക് സിമ്പിൾ ആയിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കിലാണെങ്കിലും എടുത്തുകൊണ്ട് പോവാം. അപ്പൊ ബ്രോയ്ക്ക് അൾട്രാവൈറ്റിൽ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? റൈഡ് പോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പീരിയൻസോ എന്തെങ്കിലും അൾട്രാവൈലറ്റിന്റെ ബന്ധപ്പെട്ട് എന്തെങ്കിലും? മെയിൻ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ടു കൊച്ചി ആ ഒരു റൈഡ് നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായെങ്കിലും പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. പ്ലാൻ ചെയ്ത പോലെ തന്നെ പോയി. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് റിയലി നൈസ്. ഞാൻ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ വണ്ടി ഓടിക്കാൻ പറ്റി. ഇപ്പൊ ആ സമയത്ത് ഓപ്പൺ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഓടിക്കാൻ പറ്റി. പിന്നെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. എൻ്റെ അത്രയും ഒരു ലോങ് റൈഡ് ശരിക്കും ബൈക്കിന് ബാംഗ്ലൂർ ടു കൊച്ചി തന്നെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ ചോദിച്ചല്ല, ഞാൻ പറഞ്ഞല്ലോ സർവീസ്. ഇപ്പോൾ ഇവിടെ സർവീസിൽ എനിക്ക് വിളിക്കാനുണ്ടായിരുന്ന നിവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ കേരള പുള്ളിയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് സർവീസ്. അപ്പൊ നിവിൻ, ജോമോൻ എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് അതാണ്, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടത് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഈ ഇതിൻ്റെ
ഒരു ഫ്ലാപ്പ് എക്സ്റ്റൻഡർ വെച്ചിട്ടുണ്ട്. ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല വണ്ടി ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളത് പറഞ്ഞ് എനിക്കൊരു 2 monthsനുള്ളിൽ തന്നെ റെഡിയാക്കി തന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഫീഡ്ബാക്ക് ആ ഒരു പോസിറ്റീവ് ഇത് തന്നെ എടുത്ത് നമുക്ക് തിരിച്ചൊരു ഫീഡ്ബാക്കോ അറ്റ്ലീസ്റ്റ് അവർ അക്നോളജ് എങ്കിലും ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെ. അപ്പൊ നമുക്ക് കൂടുതൽ ആ ഒരു ട്രസ്റ്റ് തോന്നും വണ്ടി. അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് വൈസ് ഐ എം സൂപ്പർ ഹാപ്പി റൈഡിങ് ആസ് എ കസ്റ്റമർ. സൂപ്പർ ഹാപ്പിയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഡ്യൂക്ക് 200 കൊടുത്ത് ഇതിലേക്ക് മാത്രമാവോ? ഇല്ല, അതൊരു ഫീലിംഗ് ആണ്. 200 ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് 200. ഒരു യൂണിക്കോൺ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ ആയിരുന്നു. ഞാൻ 200 ഞാൻ ആദ്യം എടുത്ത് കഴിഞ്ഞ് പിന്നെ ആ ഒരു എന്താ പറയാ രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ ഗിയർ ഇട്ട് ഓടിക്കണതും. ബട്ട് യു വിൽ പ്രിഫർ ദിസ്? യെസ്, ഇതും ഉണ്ടാവും. യെസ്, രണ്ടും ഉണ്ടാവും. ഓക്കെ. ഡ്യൂക്ക് എന്താണെങ്കിലും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ മന്ത്ലി ഒരു 1000 rupeesന് അതിൽ പെട്രോൾ അടിക്കും. എന്നിട്ട് ഓടും. ചിലപ്പോൾ ആ മന്തിൽ ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത മന്തിലേക്ക് തീരുമ്പോൾ ഇങ്ങനെ അടിച്ച് മാറി സ്വിച്ച് ചെയ്ത് ഓടിക്കുകയാണ്. രണ്ടും ഒരു ഡിഫറെന്റ് ഫീലാണ്. എനിക്ക് പിന്നെ സൗണ്ട് കേട്ട് ഓടിക്കണതും കാരണം ഇതിന് സൗണ്ട് ഉണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഗിയർ ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഡൗൺ ഒക്കെ ചെയ്ത് പോണേന്റെ ഒരു ഇത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഡ്യൂക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതും അടിപൊളി. സേഫ്റ്റിയുടെ ഇത് വരുമ്പോൾ ഇനീഷ്യലി വാങ്ങുമ്പോൾ എനിക്ക് 3 levels ഓഫ് റീജനെ ഉണ്ടായിരുന്നുള്ളൂ. 1, 2, 3. അത് കഴിഞ്ഞ് ഇവര് ഒരു ഓൾമോസ്റ്റ് ഒരു 1 year ആയിപ്പോഴേക്കും അവർ Mac 2 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇറക്കി. അപ്പൊ എനിക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു തന്നു കംപ്ലീറ്റ്. അതെ, സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. പിന്നെ അപ്പോൾ റീജൻ 9 levels ആയി. ഈ റീജൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും റോഡിൽ. ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് കൈൻഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ്. ടേൺ ഇടുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരു അഡീഷണൽ അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു ബിഗ് തിങ് ആണ് നമ്മളൊരു സേഫ്റ്റിയിൽ വരുമ്പോൾ. വാറണ്ടി എത്ര വർഷമുണ്ട്? ഇനീഷ്യലി അത് 8 years and 1 kilometer ആയിരുന്നു. 1 lakh kilometer. അത് കഴിഞ്ഞ് അവരൊരു 1 year എന്തോ കഴിഞ്ഞപ്പോഴേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. അതായത് 8 lakh kilometer and 8 years. 8 lakh kilometer അല്ലെങ്കിൽ 8 years. അതാണ് അവരുടെ വാറണ്ടി. അതെ. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. 8 lakh kilometer എന്ന് പറഞ്ഞാൽ അത്യാവശ്യം. അതെ, അത് ഇനീഷ്യലി ഒരു 1 lakh ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ എനിക്ക് തോന്നുന്നു അവരുടെ ടെസ്റ്റ് വണ്ടിയിലൊക്കെ അവർ കുറെ ഓടിച്ച് ഹാഡ് മോർ കോൺഫിഡൻസ്. സോ അപ്പോൾ ബാറ്ററിയിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അവര് 8 lakhs ആക്കി തന്നു. അപ്പോൾ അതൊരു നല്ലൊരു കാര്യവും കൂടി, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട്. ഇല്ലെങ്കിൽ 1 lakh എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ഓട്ടം വരുന്നില്ല. പക്ഷെ അപ്പോൾ അത് കാരണം വേറെ അതൊരു ഭയങ്കര ഒരു നല്ല ഇതായിട്ട് തോന്നി. അത് രണ്ടാമത് അഡീഷണൽ ഒരു പാക്കേജ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നാണ്. എക്സ്ട്രാ പ്രൈസ് ഒന്നും വന്നില്ല. പിന്നെ ഈ Mac 2ലേക്ക് ചെയ്യണതിനും എനിക്ക് അഡീഷണൽ കോസ്റ്റ് വന്നില്ല. പിന്നെ TPMS ടയർ പ്രഷറിന്റെ വയ്ക്കണതിന് എനിക്ക് അഡീഷണൽ വന്നു. അതൊരു അത് വയ്ക്കണം, അത് അഡീഷണൽ വന്നു. അപ്പോൾ അത് ഞാൻ കൊടുത്തു. അല്ലാണ്ടല്ല എനിക്ക് ഒരു ഫ്രീ ആയിട്ട് തന്നെ Mac 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. വാറണ്ടിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വണ്ടി ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ഇതായി എനിക്ക് എടുത്തേ പറ്റുള്ളൂ. എനിക്ക് വണ്ടി എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് വന്ന് അങ്ങനെ പിന്നെ ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിട്ടു. ബാംഗ്ലൂർ ആയിരുന്നല്ലോ. ബാംഗ്ലൂർ ഇവൻ ഷോറൂമിൽ പോയി. അവനാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. വിജയ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ വണ്ടി ഓക്കെയാണ്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെയുള്ള ഒരു എൻ്റെ ഒരു സെയിം റൈഡിങ് മൈൻഡ് ഉള്ള ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ അവൻ ഓക്കെ എന്ന് പറഞ്ഞു. അതെ. അപ്പൊ മച്ചാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തു. ഈ വണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ വണ്ടി തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഓടിക്കുന്നത്. കറക്റ്റ്. അതെ. അത് കഴിഞ്ഞ് പിന്നെ അന്നേരം ഓടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ ഇന്ത്യൻ മെയ്ഡ് കംപ്ലീറ്റ്ലി കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു എന്നുള്ള വരണടുത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സർവീസ് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സൈഡും എനിക്ക് ഒരു ഉണ്ടായിട്ടില്ല. ഇവരുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സർവീസ് എല്ലാം പലയിടത്തുണ്ട്. പലയിടത്ത് ഷോറൂമും അവര് പുതിയ ഷോറൂമും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ റൈഡ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാറൊക്കെ പോയപ്പോ ഒരു കുറച്ച് വണ്ടികൾ ഒന്നിച്ച് പോണൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഒരു കഴിഞ്ഞ 29th ഡിസംബർ 29th ഒരു റൈഡ് ഉണ്ടായി. അതിന് മുമ്പ് ഒരു റൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അതെനിക്ക് പറഞ്ഞാൽ മാങ്കുളം. ഇപ്പൊ ഈ 29th നമ്മൾ അതിരമ്പള്ളി മറ്റേ മലയാറ്റൂര് റൂട്ട് നമ്മൾ ഇട്ടു. ഇനിയിപ്പോ നാളെ നാളെ ഇപ്പൊ ഫോർട്ട് കൊച്ചി ഒരു റൈഡ് ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്ന 10 പേര് എന്തോ ഉണ്ട്. അപ്പൊ അതിന് പോകും. ഇവര് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന എല്ലാ മന്തിലും ഒരു ചെറിയ റൈഡ് എന്നുള്ളൊരു ഇതിലാണ് അവര് പോകുന്നത്. ഓൾമോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, ഈ മാസം ഉണ്ട്.
ഈവൻ ഇഫ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ആണെങ്കിൽ പോലും അവർ ആൾക്കാരെ ഒരുമിച്ചൊന്ന് ഇത് ചെയ്യാൻ അതൊരു നല്ല ഫീലിംഗും ആണ്. മനസ്സിലായി. പിന്നെ നമുക്ക് അവരുടെ ഒപ്പം പോവാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, നമ്മുടെ ഓണേഴ്സിന്റെ പ്രശ്നങ്ങൾ കംപ്ലൈന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സ് കൊടുക്കാം, അത് ഇത്. അപ്പൊ അത് വളരെ നല്ല കാര്യം, അത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. മാക്സിമം ഞാൻ എല്ലാ റൈഡുകളിലും പോവാൻ ശ്രമിക്കാറുണ്ട്. അതെ 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 അതെ. അടിപൊളി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ അൾട്രാ വൈഡ് ആയിട്ട് ഒരു 12,000 കിലോമീറ്റർ ഓടിയ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ബ്രോ കമ്മിങ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു.